പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആത്മീയ ആചാര്യൻ ദലൈലാമയെ കുറിച്ചാണ് നമ്മുടെ അടുത്ത റിപ്പോർട്ട്. ദലൈലാമയ്ക്ക് ഏറെക്കുറെ എല്ലാ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് പൗരത്വമുണ്ട്, US കോൺഗ്രഷണൽ മെഡൽ ലഭിച്ചിട്ടുണ്ട്, ഒത്തിരി ഡോക്ടറേറ്റുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റെന്തിനേക്കാളും അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഇതുവരെ ലഭിക്കാത്തതുമായ ഒരു പുരസ്കാരമാണ് ഭാരതരത്ന. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതി. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുജന സേവനം, കായികം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിനാണ് നമ്മൾ ഭാരതരത്നം നൽകി ആദരിക്കുന്നത്, അല്ലേ? ഇനി എത്ര നാൾ കാത്തിരിക്കണം ദലൈലാമയ്ക്ക് ഭാരതരത്നത്തിനായി? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ദലൈലാമ ഇനി എത്ര നാൾ കാത്തിരിക്കണം ഭാരതരത്നയ്ക്കായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ രാജ്യം ഇന്ത്യ ഇതുവരെ എത്ര പേർക്ക് ഭാരതരത്നം നൽകി എന്നതിലേക്കാണ്. 53 പേർക്കാണ് ഇതുവരെ നമ്മുടെ രാജ്യം ഭാരതരത്നം നൽകിയത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷമാവുകയാണ്. ആ 78 വർഷങ്ങൾക്കിടയിലാണ് 53 പേർക്ക് ഭാരതരത്നം നൽകിയത്. ചോദ്യം ഇതാണ്, ദലൈലാമയ്ക്ക് എന്ന് ഭാരതരത്നം ലഭിക്കും? ഓൾ പാർട്ടി പാർലമെന്ററി ഫോറം ഇൻ ടിബറ്റ്, ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളെയൊക്കെ ചേർത്ത് രൂപീകൃതമായ ഒരു ഫോറമാണിത്. അപ്പോൾ ഈ ഫോറത്തിൽ 80 MPമാരുണ്ട്. ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകണം എന്നതാണ് ഈ ഫോറം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇതിന് ഈ ഫോറം ഈ ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ഈ ഫോറത്തിൽ ആദ്യം ഒരു 100 പേരുടെ ഒപ്പ് ശേഖരണം വേണം. അതിനുശേഷം ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും പരിഗണനയ്ക്ക് വേണ്ടി അയക്കും. ഈ ഫോറം പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ആ 3 ചോദ്യങ്ങളാണിത്. ഒന്നാമത്തേത്, ദലൈലാമയ്ക്ക് ഭാരതരത്ന കിട്ടുമോ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് ഇതിൽ ഏറ്റവും പ്രധാനം, ഇങ്ങനെ ഇന്ത്യ ഭാരതരത്നം ദലൈലാമയ്ക്ക് നൽകാൻ തീരുമാനിച്ചാൽ അതിൽ ചൈനയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത്. നമുക്ക് ഈ 3 ചോദ്യങ്ങളും വളരെ വിശദമായി പരിശോധിക്കാം. ഓരോന്നിൽ നിന്നും തുടങ്ങാം. ആദ്യത്തേത്, ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകാൻ ഇന്ത്യ തയ്യാറാകുമോ, നൽകാൻ ഭാരതരത്നം കിട്ടുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെയില്ല. ഇതിനു മുൻപും നിരവധി വിദേശീയർക്ക് ഇന്ത്യ ഭാരതരത്നം നൽകിയിട്ടുണ്ട്. ആർക്കൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, ഒന്ന് 1990 നെൽസൺ മണ്ടേലയ്ക്ക് നമ്മുടെ രാജ്യം ഭാരതരത്നം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് 1987 ഖാൻ അബ്ദുൽ ഗഫാർ ഖാനിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിദേശീയർക്കും നമ്മുടെ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു എലിജിബിലിറ്റി പ്രശ്നമായിട്ട് വരുന്നതേയില്ല. ഇനി ഇന്ത്യ ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകുമോ എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നാൽ ആദ്യം നോക്കാം ആരാണ് ദലൈലാമ എന്ന്, അല്ലെ? ദലൈലാമ എന്ന് പറയുന്നത് ടെൻസിൻ ഗ്യാഡ്സോ. അദ്ദേഹത്തിന്റെ ജനനം 1935 ജൂലൈ മാസം 6-നാണ്. സ്ഥാനം ടിബറ്റിന്റെ ബുദ്ധ മതത്തിലെ 14ാമത് ദലൈലാമ എന്നുള്ളതാണ്. ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവാണ് ദലൈലാമ. ബുദ്ധമത തത്വചിന്തകനാണ്, സമാധാന പ്രവർത്തകനുമാണ് ദലൈലാമ. പലയിടങ്ങളിലായി ചിതറിക്കിടന്ന ടിബറ്റ് സമൂഹത്തെ ദലൈലാമ ഒന്നിപ്പിച്ചു. 1959 ടിബറ്റിൽ നിന്നും പലായനം ചെയ്യുകയും ഇന്ത്യയിലേക്ക് അദ്ദേഹം അഭയം തേടുകയും ചെയ്തു. ഈ ദലൈലാമയെ കുറിച്ച് ഇനി സമാധാനപരമായ മാർഗത്തിലൂടെ ടിബറ്റൻ ജനതയുടെ സ്വയം ഭരണത്തിനും മത സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുന്നയാളുമാണ് ദലൈലാമ. ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ പൊളിറ്റിക്കൽ റെഫ്യൂജി എന്ന് പറയാം നമുക്ക് ദലൈലാമയെ. രാഷ്ട്രീയ അഭയാർത്ഥിയാണ് ദലൈലാമ. 1960-കൾ മുതൽ ടിബറ്റൻസിന് വേണ്ടിയാണ് ലാമയുടെ പോരാട്ടമൊക്കെ. ദലൈലാമ പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ പുത്രനാണ് എന്നാണ്. ഇതിലൊന്നും ഇന്ത്യയിൽ മറിച്ചൊരു അഭിപ്രായവും ആർക്കും തന്നെ ഇല്ലാതെ ഈ ഒരു അഭിപ്രായത്തോടൊക്കെ യോജിക്കുന്ന നിലപാട് തന്നെയാണ് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നത്. അതിന് ഭിന്ന അഭിപ്രായമൊന്നും എങ്ങും രേഖപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ദലൈലാമയുടെ കാര്യത്തിൽ ധാർമ്മികതയ്ക്കപ്പുറം പല താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടും. ആ പരിഗണനയാണ് നമ്മളെ 3ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യ ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകിയാൽ എന്താകും ചൈനയുടെ പ്രതികരണം എന്നുള്ളത്.
നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ദലൈലാമ അദ്ദേഹത്തിന്റെ 90ാം പിറന്നാൾ ആഘോഷിച്ചത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദലൈലാമയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു എക്സ് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ, അതായത് പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല, ദലൈലാമയ്ക്ക് എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യവും നേരുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു എക്സ് പോസ്റ്റ് പ്രധാനമന്ത്രി മോദിയുടെ. പക്ഷെ അതേസമയം തന്നെ ദലൈലാമയ്ക്ക് ടിബറ്റൻ പ്രവാസി സർക്കാരിനും അഭയം നൽകുന്നതിനുള്ള പരമ്പരാഗതമായ നിലപാട് ചൈന ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ആഭ്യന്തര വിഷയങ്ങളിൽ അനാവശ്യമായി ഇന്ത്യ ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു ചൈനയുടെ ആ പ്രതികരണം. നോക്കൂ, ഒരു പിറന്നാൾ ആശംസയ്ക്ക് ഈ രീതിയിലാണ് ചൈനയുടെ പ്രതികരണമെങ്കിൽ നമ്മുടെ രാജ്യം ഭാരതരത്നം നൽകിയാൽ എന്താകും ചൈനയുടെ നീക്കം? 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണ്. ചൈനയുമായുള്ള ബന്ധം പലവട്ടം പുനഃസ്ഥാപിക്കാൻ മോദി ശ്രമിച്ചത് നമ്മൾ കണ്ടു. ഇപ്പോൾ മഹാബലിപുരത്തെ മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ രാജ്യം നോക്കിക്കണ്ടതുമൊക്കെ. പക്ഷേ അപ്പോഴൊക്കെയും ദലൈലാമയുമായി അകലം പാലിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മോദി ആദ്യമായി ആ നിശബ്ദത അവസാനിപ്പിച്ച് ദലൈലാമയ്ക്കൊരു ജന്മദിന ആശംസ അറിയിച്ചത്. അതിനെന്തായിരുന്നു കാരണം? അതിനുള്ള കാരണം 2020 ഗാൽവാൻ സംഘർഷമാണ്. മോദിയുടെ ആ നിശബ്ദത അവസാനിപ്പിക്കാൻ കാരണമായത് 2020 ഗാൽവാൻ സംഘർഷമാണ്. ഇന്ത്യ ദലൈലാമയെ ആദരിക്കുന്നുണ്ടെങ്കിലും ഭാരതരത്നയിലേക്ക് രാജ്യം ഇനിയും എത്തിയിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി മോദി മൗനമൊക്കെ അവസാനിപ്പിച്ച് ദലൈലാമയ്ക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ നേരുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ 15 വർഷമായിട്ടും ഇനിയും മോദി ലാമ കൂടിക്കാഴ്ചയൊന്നും നടന്നിട്ടേയില്ല. എന്താണെങ്കിലും ദലൈലാമയ്ക്ക് ഭാരതരത്നം നൽകാൻ ഇന്ത്യ തയ്യാറായാൽ അതൊരു ഫ്ലാഷ് പോയിന്റ് ആയിരിക്കും. തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ പൂർണ്ണമായും അധികാരം ദലൈലാമയ്ക്ക് മാത്രമായിരിക്കുമെന്ന് ഇന്ത്യ പറയുമ്പോൾ പിൻഗാമിയെ ചൈന തീരുമാനിക്കുമെന്നാണ് ആ രാജ്യത്തിന്റെ നിലപാട്. ഈ 2 പൊസിഷനുകളാണ് ഈ വിഷയത്തിലെ സങ്കീർണത ഏറെ വർദ്ധിപ്പിക്കുന്നത്. നോക്കാം ഈ വിഷയത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന്, രാജ്യങ്ങൾ എന്ത് നിലപാടിലേക്ക് എത്തും.